ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. നമ്മൾ ഇന്ന് യാക്കോബ് 2-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, തേജസ്സുള്ളവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊൻമോതിരം ഇട്ടും കൊണ്ട് ഒരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖേന ഇരുന്നാലും എന്നും ദരിദ്രനോട് നീ അവിടെ നിൽക്ക, അല്ലെങ്കിൽ എന്റെ പാദപീഠത്തിൽ ഇരിക്ക എന്നും പറയുന്നുവെങ്കിൽ നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരായില്ലയോ? പ്രിയ സഹോദരന്മാരെ, കേൾപ്പിൻ. ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാകേണ്ടതിന് തെരഞ്ഞെടുത്തില്ലയോ? നിങ്ങളോ ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു. ധനവാന്മാരല്ലയോ നിങ്ങളെ പീഡിപ്പിക്കുന്നത്? അവരല്ലയോ നിങ്ങളെ ന്യായസ്ഥാനങ്ങളിലേക്ക് ഇഴച്ചു കൊണ്ടുപോകുന്നത്? നിങ്ങളുടെ മേൽ വിളിച്ചിരിക്കുന്ന നല്ല നാമത്തെ അവരല്ലയോ ദുഷിക്കുന്നത്? എന്നാൽ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന തിരുവഴുത്തിനൊത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നുവെങ്കിൽ നന്ന്. മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു. നിങ്ങൾ ലംഘനക്കാർ എന്ന് ന്യായപ്രമാണത്താൽ തെളിയുന്നു. ഇന്നത്തെ നമ്മുടെ ബൈബിൾ സ്റ്റഡിയുടെ വിഷയം മുഖപക്ഷം കാണിക്കരുത് എന്നുള്ളതാണ്. ഫേവറിറ്റിസം, പാർഷ്യാലിറ്റി. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ദൈവം അത് അനുവദിക്കുന്നില്ല, ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. കാരണം ദൈവം മുഖപക്ഷം കാണിക്കാത്തവനാണ്. ദൈവത്തിൻ്റെ കണ്ണിൽ ഉയർന്നവനോ താണവനോ വിദ്യാഭ്യാസമുള്ളവനോ വിദ്യാഭ്യാസമില്ലാത്തവനോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സഭകളിൽ ഒക്കെ വേർതിരിവുകൾ ഉണ്ടാക്കുന്ന ആ ഒരു രീതി ദൈവത്തിലില്ല. അതുകൊണ്ട് തന്നെ ദൈവിക സ്വഭാവത്തിൽ ജീവിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇവിടെ യാക്കോബ് ഒരു കൽപ്പന പോലെയാണ് പറയുന്നത്. നിങ്ങൾ മുഖപക്ഷം കാണിച്ചില്ലായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നല്ല. മുഖപക്ഷം കാണിക്കരുത് എന്ന് പറയുന്നത് ആ രീതിയിലല്ല, ഒരു കൽപ്പനയായിട്ടാണ്. എന്താണ് മുഖപക്ഷം കാണിക്കരുത്? ഡു നോട്ട് ഷോ ഫേവറിറ്റിസം. 9-ാമത്തെ വാക്യത്തിൽ മുഖപക്ഷം കാണിക്കുന്നുവെങ്കിലോ നിങ്ങൾ പാപം ചെയ്യുന്നു. ക്രിസ്തീയ സഭയിലെ ലജ്ജാകരമായ കാര്യങ്ങളിൽ ഒന്നാണ് പാർഷ്യാലിറ്റി, മുഖപക്ഷം. മറ്റ് മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അധികമൊന്നും നമ്മുടെ ഇടയിൽ കാണുന്നില്ല എന്നുള്ളതാണ്. അതായത് അത് തന്നെയാണ് നമ്മുടെ ഇടയിലും. ജാതി വ്യത്യാസങ്ങൾ, മറ്റ് പല വ്യത്യാസങ്ങൾ അത് ശക്തമായി തന്നെ ഉണ്ട്. ഈ അടുത്ത് ആരോ എന്നോട് ഒരു കാര്യം ഷെയർ ചെയ്ത് ഇങ്ങനെയാണ്. അവരുടെ നാട്ടിലുള്ളൊരു നേതാവ് വളരെ ക്രുദ്ധനായി അദ്ദേഹത്തോട് പറഞ്ഞത്രേ. കാരണം അദ്ദേഹത്തിൻ്റെ ആ വിഭാഗത്തിൽപ്പെട്ട കുറച്ചു പേര് വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്താ പ്രശ്നം? അവർക്ക് പയ്യന്മാരെ കിട്ടുന്നില്ല കല്യാണം കഴിക്കാൻ. ക്രിസ്തീയ സഭയിൽ നമ്മൾ മദ്യപാനത്തെക്കുറിച്ചോ സിഗരറ്റ് വലിയെക്കുറിച്ചോ ഒക്കെ പറയുന്നതിനേക്കാൾ എത്രയോ അധികമാണ് മുഖപക്ഷത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് ചെയ്യരുത്, അത് ഉണ്ടാകരുത്. എന്നാൽ ആ ഗൗരവത്തിൽ നമ്മളത് എടുക്കുന്നില്ല. മുഖപക്ഷം കാണിച്ചാൽ അതൊരു പാപമായി കണ്ട് നമ്മൾ അതിനെ ആ രീതിയിൽ ശാസിക്കുന്ന ഒരു രീതി നമ്മുടെ ഇടയിൽ പൊതുവേ ഇല്ല. എന്നാൽ യാക്കോബ് വളരെ ശക്തമായി പറയുകയാണ്, മുഖപക്ഷം കാണിക്കരുത്, ഫേവറിറ്റിസം കാണിക്കരുത്. എന്നിട്ട് താഴെ പറയുന്നുണ്ട് ഏത് രീതിയിലുള്ള ഫേവറിറ്റിസം. 2-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ സഭയിലേക്ക് വിശിഷ്ട വസ്ത്രവും പൊന്മോതിരവും അണിഞ്ഞ് ഒരുവൻ വന്നാൽ അവനെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് അവനു വേണ്ടി ഒരു പ്രത്യേക ഇരിപ്പിടം നൽകുന്ന രീതി. ആ സ്ഥാനത്ത് ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ഒരു ദരിദ്രൻ വന്നാൽ അവനെ അവഗണിക്കുന്ന രീതി. പല വിധത്തിലുള്ള ഫേവറിറ്റിസം ഉണ്ട്, മുഖപക്ഷമുണ്ട്. പക്ഷെ ഇവിടെ എടുത്തു പറയുന്നത് ദരിദ്രനും ധനവാനും തമ്മിലുള്ള ആ ഒരു അന്തരം വെച്ചുകൊണ്ടുള്ള ഫേവറിറ്റിസം. അതിനെ ശക്തമായി ശാസിക്കുന്നു, മുഖപക്ഷം കാണിക്കരുത്. എന്നിട്ട് യാക്കോബ് പറയുന്ന കാര്യം, ആര് മുഖപക്ഷം കാണിക്കരുത്? 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, തേജസ്സുള്ള നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്.
എന്താണ് ദൈവത്തെക്കുറിച്ച് അവിടെ പറയുമ്പോൾ തേജസ്സുള്ള ദൈവം എന്ന് പറയുന്നത്? നമുക്കറിയാം ദൈവത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകളിൽ പല കാര്യമുണ്ട്. ദൈവം വിശുദ്ധനാണ്, ദൈവം നീതിയുള്ളവനാണ്, ദൈവം വെളിച്ചമാണ്, ദൈവം ക്ഷമിക്കുന്നവനാണ്. അവിടെ യാക്കോബ് ഇതിനോടുള്ള ബന്ധത്തിൽ, മുഖപക്ഷത്തോടുള്ള ബന്ധത്തിൽ പറയുന്നത്, തേജസ്സുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. മനുഷ്യന്റെ വേർതിരിവുകളെ തകർക്കുന്ന ഒന്നാണ് ദൈവത്തിന്റെ തേജസ്. ദൈവത്തിന്റെ തേജസ് കാണുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രതികരണം അല്ലെങ്കിൽ അനന്തരഫലം എന്ന് പറയുന്നത് അവിടെ വേർതിരിവുകൾ തകരുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ശിഷ്യന്മാരുടെ ഇടയിൽ എപ്പോഴും ഒരു തർക്കമുണ്ടായിരുന്നു. അവരിൽ വലിയവൻ ആരാണ്? യോഹന്നാനാണോ വലിയവൻ? പത്രോസാണോ വലിയവൻ? അങ്ങനെ ആരാണ് വലിയവൻ എന്നുള്ള ഒരു തർക്കമുണ്ടായിരുന്നു. ആർക്കാണ് പ്രധാന സീറ്റ് ലഭിക്കേണ്ടത്? ഒരിക്കൽ യേശു ഇവരെയും വിളിച്ച് ഒരു മലയിലേക്ക് പോയി. മറുരൂപ മല എന്ന് നമ്മൾ വിളിക്കുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ യേശു തേജസ്സുള്ളവനായി തീർന്നു. മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെട്ടു. യേശു അവരുമായി സംസാരിച്ചു. അപ്പോൾ യേശു തേജസ്സുള്ളവനായി തീർന്നു. സ്വർഗീയമായ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ പറയുന്ന ഒരു വാക്കുണ്ട്, ഞങ്ങൾ 3 കുടിലുകൾ പണിയട്ടെ. കുടിലിൽ പാർക്കുന്ന ഒരു വിഭാഗവും വെളിം പ്രദേശത്ത് പാർക്കുന്ന ഒരു വിഭാഗവും. അവിടെ 3 കുടിൽ ആർക്ക് വേണ്ടിയാണ്? ഒന്ന് യേശുവിന്, ഒന്ന് പത്രോസിന്, ഒന്ന് യോഹന്നാന്. അങ്ങനെയാണോ? അല്ല, മോശയ്ക്കും ഏലിയാവിനും യേശുവിനും. ആ തേജസ് കണ്ടു കഴിഞ്ഞപ്പോൾ വലിയവനെന്ന് ചിന്തിച്ച പത്രോസും വലിയവനെന്ന് ചിന്തിച്ച യോഹന്നാനും യാക്കോബും എല്ലാം മറ്റൊരു വിഭാഗത്തിൽ ഒരു കെട്ടായി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ പെട്ടു. വലിയവരുടെ ഗണത്തിൽ ആര് പെടും? യേശു, മോശ, ഏലിയാവ്. തേജസ്സുള്ള അല്ലെങ്കിൽ സ്വർഗീയരായ അവർ ആ ഒരു വിഭാഗത്തിൽ പെടുന്നു. മനുഷ്യരായ അവരെ മറ്റെല്ലാവരും, അവരുടെ ഇടയിൽ ഒരു തർക്കമുണ്ടായിരുന്നു, ഞങ്ങളിൽ വലിയവൻ ആരാണ്, അതൊക്കെ പോയി. ഇപ്പോൾ തേജസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ ഒറ്റ ഗ്രൂപ്പായി. കാരണം ദൈവത്തിന്റെ തേജസ്സിന് മുൻപിൽ മനുഷ്യൻ തന്നെ കാണുമ്പോൾ അവൻ ആദ്യം ചെയ്യുന്നത് അവന്റെ മുഖം മറക്കുകയാണ്. അവനെ കണ്ടു കഴിയുമ്പോൾ ഞങ്ങളിൽ വലിയവനാരാണ്, കുറഞ്ഞവനാരാണ് എന്നുള്ള വിഭാഗീയതയൊക്കെ മാറുകയാണ്. തേജസ്സുള്ള ദൈവത്തെ കണ്ടു എന്നുള്ളതിന്റെ അടയാളം മുഖപക്ഷമില്ലാതെയാകുകയാണ്. വേർതിരിവുകൾ കാണിക്കുന്നുവെങ്കിൽ അതിനർത്ഥം ആ വ്യക്തി ദൈവത്തിന്റെ തേജസ് കണ്ടിട്ടില്ല. എന്തുകൊണ്ട് ദൈവത്തിന്റെ തേജസ് കാണുന്നില്ല? ദൈവത്തിന്റെ തേജസ് കാണുന്നതിനെ തകർക്കുന്ന ഒന്ന് മനുഷ്യന്റെ ജ്ഞാനമാണ്, അല്ലെങ്കിൽ മാനുഷികമായ ജ്ഞാനമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം തുടങ്ങുമ്പോൾ തന്നെ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ട്, വേർതിരിവുകളുണ്ട് എന്ന് ഞാൻ കേൾക്കുന്നു, ഗ്രൂപ്പിസം ഉണ്ട് എന്ന് ഞാൻ കേൾക്കുന്നു. അതിനെ ശാസിച്ചുകൊണ്ട് പൗലോസ് പറഞ്ഞിട്ട് 1-ാം അധ്യായത്തിന്റെ 18 മുതൽ പിന്നീട് ഇങ്ങോട്ട് പൗലോസ് പറയുന്നത് ദൈവത്തിന്റെ ജ്ഞാനത്തെക്കുറിച്ചും മനുഷ്യന്റെ ജ്ഞാനത്തെക്കുറിച്ചുമാണ്. അതായത് അവരുടെ ഇടയിലുള്ള ഭിന്നതയെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നീട് പൗലോസ് പറയുന്നത് ദൈവത്തിന്റെ ജ്ഞാനത്തെക്കുറിച്ചാണ്. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അവിടെ എങ്ങനെയാണ് ഈ മുഖപക്ഷങ്ങൾ ഉണ്ടായത്? ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ മുഖപക്ഷങ്ങളില്ല. ദൈവം മുഖപക്ഷം കാണിക്കുന്നവനല്ല. ചില സമയത്ത് ചില ആളുകൾ പ്രാർത്ഥിക്കുമ്പോഴും ചില ആളുകൾ പ്രസംഗിച്ച് ഈ പ്രോമിസ് കൊടുക്കുമ്പോഴൊക്കെ എനിക്ക് ഉള്ളിൽ ചിരി വരാറുണ്ട്. കർത്താവെ,
ലോകത്തിൽ ഒരു ഉണർവ് അയക്കണേ, അത് ഇന്ത്യയിൽ തന്നെ തുടങ്ങണേ. അതിപ്പോ ആഫ്രിക്കയിൽ തുടങ്ങിയ എന്താ പ്രശ്നം? മനുഷ്യൻ അടിസ്ഥാനപരമായി സ്വാർത്ഥനാണ്. മനുഷ്യന്റെ ജ്ഞാനത്തിൽ ഭിന്നതകളൊക്കെ ഉണ്ടാകുന്നു, വിഭാഗീയതകൾ ഉണ്ടാകുന്നു, മുഖപക്ഷം കാണിക്കുന്നു. ദൈവിക ജ്ഞാനം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ, അല്ലെ ആ ജ്ഞാനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിയുമ്പോൾ, ഈ ഭിന്നതകൾ നമ്മിൽ നിന്ന് മാറാനിടയായിത്തീരും. മറ്റൊരു സമയത്ത് നമ്മൾ ഇതിൽ തന്നെ കാണുന്നുണ്ട് ഈ ദൈവിക ജ്ഞാനത്തെക്കുറിച്ച് യാക്കോബിന്റെ ലേഖനത്തിൽ. അപ്പോൾ നമ്മൾ ദൈവിക ജ്ഞാനത്തെക്കുറിച്ച് കുറച്ച് വിശദമായിട്ട് പഠിക്കും. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യം. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല, ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത്ര ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. ദൈവിക ജ്ഞാനത്തെ കുറിച്ചുള്ള വാക്കുകളൊക്കെ പൗലോസ് പറഞ്ഞു ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ്. ഇടയ്ക്കിടയ്ക്ക് പൗലോസ് ഈ ഭിന്നതയുടെ കാര്യവും പറയുന്നുണ്ട്. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള ആ വെളിപ്പാട്, ദൈവികമായ ജ്ഞാനത്തിന്റെ അഭാവമാണ് നമുക്ക് വേർതിരിവുകൾ, മുഖപക്ഷങ്ങളൊക്കെ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കാണിക്കുന്നത്. നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ആ വിഷയം മനസ്സിലാക്കണം. ഞാൻ മുഖപക്ഷം കാണിക്കുന്നത് ദൈവസന്നിധിയിൽ പാപമാണ്. സ്വാഭാവികമായി നമുക്ക് ഒരു മുഖപക്ഷം കാണിക്കാനുള്ള പ്രവണതയുണ്ട്. ഒരു ധനികനോട് പെരുമാറുന്ന രീതിയും ഒരു ദരിദ്രനോട് പെരുമാറുന്ന രീതിയും ഒക്കെ വ്യത്യസ്തമായി സമൂഹത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട്, നമ്മളൊരു സമൂഹ ജീവി ആയതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രവണത വളരെയധികം ഉണ്ടാകാം. അതുകൊണ്ട് ദൈവം എത്ര ഗൗരവത്തോടെ അതിനെ ഒരു പാപമായി കാണുന്നു എന്ന് മനസ്സിലാക്കി നമ്മളും ആ കാര്യത്തിൽ ചില ഡിസിപ്ലിൻസ്, ചില തീരുമാനങ്ങൾ, ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. മുഖപക്ഷം കാണിച്ചുകൊണ്ടുള്ള ചില സംസാരങ്ങൾ നമ്മുടെ വീടുകളിൽ, നമ്മുടെ സമൂഹത്തിൽ ജോലിക്കുള്ള സ്ഥാനവ്യത്യാസങ്ങളുണ്ട്. ഇന്ന ജോലി ഉയർന്ന ജോലി, ഇന്ന ജോലി താഴ്ന്ന ജോലി. ഒരു വിശ്വാസി എന്ന നിലയിൽ സമൂഹത്തിൽ സ്ഥാനം കിട്ടാത്ത, അംഗീകാരം കിട്ടാത്ത ചില ജോലികളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ ആ രീതിയിലല്ല നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. നമ്മുടെ സഭയിൽ പ്രായം കൂടിയ വ്യക്തികൾ, വൃദ്ധന്മാർ, അവരെ ഓരോ സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൂട്ടിയും കുറച്ചൊക്കെ വിളിക്കുന്ന പരിപാടികളുണ്ട്. ഒരു പ്രായമുള്ള ഒരു അപ്പച്ചനെ ഞാൻ വിളിച്ചിരുന്നത് തോമസ് ഏട്ടാന്നാണ്. ആളെ വിളിച്ചിരുന്നത് വേറൊരു പേരിലാണ്. ഒരേ പ്രായക്കാരൊക്കെ. ശരിക്കും ഞാൻ കുറച്ചുകൂടി ഒരു അങ്കിളെ എന്നാണ് വിളിക്കേണ്ടിയിരുന്നത്. പക്ഷെ അങ്കിൾ എന്ന് വിളിക്കാൻ അദ്ദേഹം യോഗ്യനല്ല. കാരണം അദ്ദേഹം ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹം ചേട്ടൻ എന്നുള്ള വിളിക്കാൻ യോഗ്യനുള്ളൂ. എനിക്ക് അന്ന് ഞാൻ ശിശുവായിരുന്നു, എനിക്ക് അത് മനസ്സിലായില്ല. വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോയപ്പോഴാണ് എനിക്ക് ഈ വ്യത്യാസം മനസ്സിലായത്. എന്തുകൊണ്ടായിരുന്നു? നിഷ്കളങ്കമായി ഞാൻ അദ്ദേഹത്തെ ചേട്ടാന്ന് വിളിച്ചത്. ഞാൻ അങ്കിളെന്ന് വിളിക്കേണ്ടതായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് വളരെ റിഗ്രറ്റ് ചെയ്തു. അറിവില്ലായ്മ ചെയ്തു പോയതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ശ്രദ്ധാപൂർവ്വം എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളെ ഞാൻ അങ്ങനെ പഠിപ്പിച്ചു. എങ്ങനെയാണെന്നറിയാമോ? പാവപ്പെട്ട ഒരു പ്രായമുള്ള മനുഷ്യനെ, ഈവൻ ഒരു ഭിക്ഷക്കാരൻ വീട്ടിൽ വന്നാൽ പോലും, ഒരു പ്രായമുള്ള ആളാണെങ്കിൽ ഒന്നുകിൽ അങ്കിളെ അല്ലെ അപ്പച്ചാന്ന് വിളിക്കാൻ എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിച്ചു. കാരണം ഞാൻ ചെയ്ത തെറ്റ് അവരാവർത്തിക്കരുത്. ഞാൻ അറിവില്ലായ്മ ചെയ്തതാണ്. കാരണം ദൈവം ഗൗരവത്തോടെ കാണുന്നത്, നമ്മൾ നിസ്സാരമായിട്ടാണ് അതിനെയൊക്കെ കാണുന്നത്. മുഖപക്ഷം കാണിച്ചാൽ പാപം ചെയ്യുന്നു. മുഖപക്ഷം കാണിക്കരുത്. ജാതികൾ കാണിക്കും, ദൈവത്തെ അറിയാത്തവർ കാണിക്കും, സമൂഹത്തിൽ അതുണ്ടാകാം. അത് ദൈവത്തിന്റെ തേജസ്സിൽ വിശ്വസിക്കുന്ന, തേജസ് ഉള്ളവനായ കർത്താവിൽ വിശ്വസിക്കുന്ന നാം മുഖപക്ഷം കാണിക്കരുത്. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പൗലോസ് തിരുവത്താഴത്തെ കുറിച്ച് പറയുന്ന ആ ഭാഗം, 11-ാം അധ്യായം
17 മുതൽ താഴോട്ട് പല കാര്യങ്ങൾ കൊരിന്ത്യ സഭയോട് പറഞ്ഞിട്ട് 17-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല, കാരണം നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ കൂടി വരുന്നത് കൊണ്ട് ഗുണമല്ല ഉണ്ടാകുന്നത്, ദോഷമാണ്. ഓരോ കൂടി വരവുകളും അധികം പാപം ചെയ്യാൻ കാരണമായി തീരുന്നു, അധികം ഫേവററ്റിസം കാണിക്കാൻ കാരണമായി തീരുന്നു. ധനികൻ ഇരിക്കാൻ ഒരു കസേര, ദരിദ്രൻ ഇരിക്കാൻ ഒരു കസേര. ഞാൻ ഈ പറയുന്നത് ദൈവരാജ്യത്തിന്റെ കോണ്ടെക്സ്റ്റിൽ, സഭയുടെ കോണ്ടെക്സ്റ്റിലാണ്. സമൂഹത്തിൽ അങ്ങനെയല്ല. അതായത് ഒരു ഗവൺമെന്റ് ഓഫീസിൽ ഇത് നടപ്പിലാകണമെന്ന് നമ്മൾ ചിന്തിക്കരുത്. അത് വേറൊരു ലോകമാണ്. അവിടെയല്ല നമ്മുടെ വിഷയം. അവിടെ ഒരുപക്ഷെ ഉയർന്ന കസേരയും കുറഞ്ഞ കസേരയും ഉണ്ടായിരിക്കും. സമൂഹത്തിലുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞു. നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ ഈ വ്യത്യാസം ഉണ്ടാവും. അയ്യോ, ഈ ചെയർ മാറ്റിയിട്ട് ഞങ്ങൾക്ക് അതൊന്നും നടക്കത്തില്ല. പക്ഷെ ഞാൻ ഈ പറയുന്നത് ദൈവരാജ്യത്തിന്റെ കോണ്ടെക്സ്റ്റിൽ, സഭയുടെ കോണ്ടെക്സ്റ്റിൽ അങ്ങനെ ഒരു വിഭാഗീയത കാണിച്ചാൽ, ധനികൻ ദരിദ്രൻ, സൗന്ദര്യത്തിന്റെ വിഷയത്തിൽ ഉള്ള വേർതിരിവുകൾ കാണിച്ചാൽ അത് ഗുണത്തിനല്ല ദോഷത്തിന് കാരണമായി തീരുന്നു. എന്നിട്ട് 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ സഭ കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ വിഭാഗങ്ങളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതൊക്കെ വിഭാഗങ്ങൾ? എറണാകുളംകാരുടെ ഒരു വിഭാഗം, അച്ചായന്മാരുടെ ഒരു വിഭാഗം, തിരുവനന്തപുരംകാരുടെ ഒരു വിഭാഗം, പണക്കാരുടെ ഒരു വിഭാഗം, പാവപ്പെട്ടവരുടെ വിഭാഗം, അങ്ങനെയുള്ള ഭിന്നതകളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 19-ാമത്തെ വാക്യം, നിങ്ങളിൽ ഉത്തമരായവർ ആരാണെന്ന് വെളിപ്പെടേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാകേണ്ടതാണ്. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ഇങ്ങനെയുള്ള വിഭാഗീയത എല്ലാം മാറിയ ഒരു സഭ ഉണ്ടാകാം. ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ ഉണ്ടാകണമെന്നില്ല. പക്ഷെ അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ തനി സ്വഭാവം നമ്മൾ മനസ്സിലാക്കുന്നത്. ഉത്തമന്മാർ തെളിയും, ഫേവറിറ്റിസം കാണിക്കാത്തവരും കാണിക്കുന്നവരും തെളിയും. ആ തെളിവ് ഉണ്ടാകാൻ അതൊക്കെ സംഭവിക്കാം. എന്താണ് അവിടുത്തെ പ്രശ്നം? അവിടുത്തെ പ്രശ്നം പണക്കാരും പാവപ്പെട്ടവരും തമ്മിലുള്ള ഒരു വിഷയം. എന്താണ്? ഭക്ഷണം കഴിക്കാനായിട്ട് കൂടി വരികയാണ്. അപ്പൊ അവനവൻ അവന്റെ പൊതികൾ ഇങ്ങനെ കൊണ്ടുവരും. ആദ്യ സമയങ്ങളിൽ ഇതൊരു സ്നേഹവിരുന്നായിരുന്നു. എല്ലാവരും ആ പൊതി തുറന്നു വെക്കും. എന്നിട്ട് എല്ലാവർക്കും ചേർന്ന ഭക്ഷണം കഴിക്കാം. അതായിരുന്നു തുടക്കത്തിൽ. പക്ഷെ പതുക്കെ പതുക്കെ അവനവന്റെ പൊതി അവനവൻ തുറന്നു കഴിക്കാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ ദരിദ്രരായ വിശ്വാസികളുണ്ടായിരുന്നു, അടിമകളുണ്ടായിരുന്നു. അവർക്കൊന്നും പൊതിഞ്ഞു കൊണ്ടുവരാനുള്ള പണമില്ലായിരുന്നു. നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു ദരിദ്രയായ വിധവ ദേവാലയത്തിൽ ഇട്ട പണത്തെക്കുറിച്ച് പറയുമ്പോൾ അവൾക്കുള്ളതെല്ലാം ഇട്ടു എന്ന് പറഞ്ഞാൽ ഇനി അവൾക്ക് പോയി ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമില്ല. അതുപോലുള്ള ആളുകളുണ്ട്. ഒരു പൊതി കെട്ടിക്കൊണ്ടുവരാൻ അവരുടെ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്തു? അവര് നോക്കിക്കൊണ്ട് ഇരുന്നു. ആരെ? ഈ പൊതിഞ്ഞു കൊണ്ടുവരാൻ സമ്പത്തുള്ള കഴിവുള്ള ആളുകൾ കൊണ്ടുവന്ന പൊതി കഴിക്കുന്നത്. ആ കാര്യത്തെക്കുറിച്ച് പൗലോസ് കേട്ടിട്ട് വളരെയധികം വേദനയോടെ താൻ അവരെ ശാസിക്കുകയാണ്. 20-ാമത്തെ വാക്യത്തിൽ താൻ പറയുന്നു, നിങ്ങൾ കൂടി വരുമ്പോൾ കഴിക്കുന്നത് കർത്താവിന്റെ ഭക്ഷണമല്ല. അപ്പോൾ അവിടെ പൗലോസ് ഒരു ഭാഗം പറയുന്നുണ്ട്, ദൈവത്തിന്റെ മേശയും ഭൂതങ്ങളുടെ മേശയും. അപ്പൊ ഇവിടെ ആ രണ്ടാമത്തെ പാർട്ട് പറഞ്ഞില്ല. പക്ഷെ നിങ്ങൾ കർത്താവിന്റെ അത്താഴമല്ല ഭക്ഷിക്കുന്നത്. എന്താ കാരണം? 21-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കാമോ? ഭക്ഷണം കഴിക്കൽ ഓരോരുത്തൻ താന്താന്റെ അത്താഴം മുമ്പേ കഴിക്കുന്നു, അങ്ങനെ ഒരുവൻ വിശന്നും മറ്റൊരുവൻ ലഹരി പിടിച്ചും ഇരിക്കുന്നു. ആ വാക്ക് ശ്രദ്ധിച്ചേ. ഒരുവൻ വിശന്നും ഒരുവൻ വയറ് നിറഞ്ഞും ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാവും. നമുക്കറിയാം ഈ ഭക്ഷണം കഴിക്കുന്നതിന് പല ലെവലുണ്ട്. ഓക്കെ, എനിക്ക് മതി, വയറ് നിറഞ്ഞു. പക്ഷെ ഇത് മൂന്നാമത്തെ ഒരു സ്റ്റേജാണ്. ലഹരി പിടിച്ചു. യഹൂദന്മാരുടെ ഭക്ഷണ രീതിയെക്കുറിച്ച്, വിരുന്നുകളെ കുറിച്ച് പറയുന്നത് ഇവര് കാര്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നവരാണ്. അപ്പൊ ഭക്ഷണം കഴിച്ച് ഈ ലഹരി പിടിക്കാതെ പോലെ കഴിച്ച് വിരല് വായിലിട്ട് ഛർദ്ദിച്ചിട്ട് വീണ്ടും കഴിക്കും. ആ ഛർദ്ദിലല്ല, വയറിൽ പിന്നെ എംറ്റി സ്ഥലം ഉണ്ടാക്കിയിട്ട് ഭക്ഷണം കഴിക്കുമെന്നാണ് പറയുന്നത്.
ലഹരി പിടിക്കുകയാണ്. തിന്ന് ലഹരി പിടിക്കുന്നു. അപ്പോ ഒരു ഭാഗത്ത് ഭക്ഷണമില്ലാത്തവരും മറുഭാഗത്ത് വയറ് നിറഞ്ഞവരും എന്നല്ല പറയുന്നത്. ഒരു സഭയുടെ കോണ്ടെക്സ്റ്റിലാണ് നടക്കുന്നത്. ഒരു സർവീസിന്റെ കോണ്ടെക്സ്റ്റിലാണ് നടക്കുന്നത്. നിങ്ങൾ വിശന്ന ഒരു ഭാഗത്ത് ആളുകളിരിക്കുന്നു, മറുഭാഗത്ത് നിങ്ങൾ ലഹരി പിടിച്ചിരിക്കുന്നു. അപ്പൊ പൗലോസ് ചോദിക്കുക, നിങ്ങൾക്ക് വീടില്ലേ? ഭക്ഷണം കഴിച്ചോ? ഇപ്പൊ എല്ലാ വീട്ടിലും ഒരേപോലത്തെ ഭക്ഷണമല്ല, അതൊരു നിർബന്ധവും ഇല്ല. ഒരുപക്ഷെ ഒരാളുടെ വീട്ടിൽ നെയ്മീനായിരിക്കും, വേറൊരാളുടെ വീട്ടിൽ മീൻ കാണത്തില്ല. ഓക്കെ, അതൊക്കെ വീടിന്റെ കോണ്ടെക്സ്റ്റിലാണ്. അപ്പൊ നിങ്ങൾ വീട്ടിൽ വെച്ച് വീടില്ലേ, അവിടെ പോയിട്ട് കഴിക്കുക. നിങ്ങൾ കർത്താവിന്റെ പേരിൽ ഒരുമിച്ച് കൂടി വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്താണ്? ഒന്നുമില്ലാത്തവരെ ലജ്ജിപ്പിക്കാനാണോ? അവിടെ ഒരു വാക്ക് പൗലോസ് പറയുന്നു 22-ാമത്തെ വാക്യത്തിൽ, ദൈവത്തിന്റെ സഭയെ നിങ്ങൾ നിന്ദിച്ച് ഒന്നുമില്ലാത്തവരെ ലജ്ജിപ്പിക്കുന്നു. അത്രയും പറഞ്ഞിട്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ കർത്താവിൽ നിന്ന് ഒരു വെളിപ്പാട് പ്രാപിച്ചു. എന്തിനെ കുറിച്ച്? കർത്താവിന്റെ മേശയെ കുറിച്ച് ഒരു വെളിപ്പാട് പ്രാപിച്ചു. ആ വെളിപ്പാട് ഞാൻ നിങ്ങളോട് പറയാം. ആ വെളിപ്പാടാണ് 23 മുതൽ 32 വരെയും പറയുന്നത്. ഒരേ അപ്പത്തിന്റെ അംശികൾ, ഒരേ വീഞ്ഞിൽ നിന്ന് കുടിക്കുന്നവർ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, സ്നാനം പരിഹാസ്യമാകുന്നത് ആചാരമാകുമ്പോഴാണ്. അതുപോലെ തന്നെ കർത്താവിന്റെ മേശ പരിഹാസ്യമാകുന്നത് എന്തിനു വേണ്ടി കർത്താവിന്റെ മേശ അനുഷ്ഠിക്കാൻ നമ്മോട് പറഞ്ഞു? ആ ഉദ്ദേശം നിവർത്തിക്കപ്പെടാതിരിക്കുമ്പോൾ, കർത്താവിന്റെ മേശയിൽ നമ്മൾ പങ്കാളികളാകുമ്പോൾ ഒരേ പാനപാത്രം, ഒരേ അപ്പം നമ്മൾ കഴിക്കുകയാണ്, ഒരു ശരീരത്തിന്റെ ഭാഗമാണ് എന്നുള്ള സന്ദേശങ്ങളുടെ ഒരു സിംബൽസ് ആണ് ഇതൊക്കെ. പക്ഷേ സിംബൽസ് ഉണ്ട്, അടയാളങ്ങളുണ്ട്, അതിൻ്റെ യാഥാർത്ഥ്യങ്ങളില്ല, അതിൻ്റെ സംഭവങ്ങളില്ല. ഫയർ എഞ്ചിൻ ഇപ്പോഴാണ് നിർത്തി. പണ്ട് ഫയർ എഞ്ചിൻ വരുന്നതിന് മുമ്പ് മണി അടിച്ചുകൊണ്ടാണ് വരുന്നത്. മണിയടി ഉണ്ട്, പക്ഷെ ഫയർ എഞ്ചിൻ വരുന്നില്ല. പണ്ട് റോഡ് സൈഡിൽ പൈപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ടാപ്പ് തുറഞ്ഞ പല പൈപ്പിലും വെള്ളം വരത്തില്ല, പക്ഷെ ഏറ് വരും, ഏറ് വരും. ഇതൊക്കെ പരിഹാസ്യമാണ്. പൈപ്പ് വെച്ചിരിക്കുന്ന ഏറടിക്കാനല്ലല്ലോ, അത് വെള്ളം വരാറില്ല. കർത്താവിന്റെ മേശയെ കുറിച്ച് പറഞ്ഞിട്ട് വീണ്ടും പൗലോസ് തുടർച്ചയായിട്ട് പറയുകയാണ് 33-34 വാക്യങ്ങളിൽ, Therefore, my brothers, when you come together to eat, wait for one another. If anyone is hungry, he should eat at home, so that when you gather together, you will not come under judgment. And I will give instructions about the other matters whenever I come. Therefore, എന്തോ പറഞ്ഞിട്ട് അതിനോട് ബന്ധം പറയാണ് therefore, അതുകൊണ്ട്. അപ്പൊ എന്താ പറഞ്ഞത്? ഇത്രയും നേരം പറഞ്ഞത് കർത്താവിന്റെ മേശയാണ്. അതുകൊണ്ട് അപ്പൊ നിങ്ങൾക്ക് ന്യായവിധിയായി തീരരുത്, അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾ ഭക്ഷണം കഴിക്കുവാൻ ഒരുമിച്ച് കൂടുമ്പോൾ അന്യോന്യം കാത്തിരിക്കുവിൻ. ആർക്കെങ്കിലും വിശക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ന്യായവിധിക്ക് കാരണമാകാതിരിക്കേണ്ടതിന്. ദൈവത്തിന്റെ സഭയുടെ ഭാഗമായി ഞാൻ തീരുമ്പോൾ എൻ്റെ സഹോദരന്റെ അവസ്ഥ, പ്രത്യേകിച്ചും ഈ ആത്മീയ അവസ്ഥയുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്, ശാരീരിക അവസ്ഥ, അവന്റെ നീഡ്സ്, അതിനെക്കുറിച്ച് എനിക്കൊരു കരുതലില്ലെങ്കിൽ നമ്മൾ നടത്തുന്ന ലോർഡ് സപ്പർ, ക്രിസ്തീയ സഭ നടത്തുന്ന ലോർഡ് സപ്പർ, അത് പരിഹാസ്യമാണ്. മുഖപക്ഷം കാണിക്കരുത്. ദൈവത്തിന്റെ സഭയിൽ മുഖപക്ഷം ഉണ്ടാകരുത്. ദൈവം വെറുക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചതുപോലെ ഈ മുഖപക്ഷത്തിന് വിരുദ്ധമായി വേദപുസ്തകത്തിൽ പറയുന്ന ചില വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണ്. 1 തിമോഥെയോസ് 5:21. നീ പക്ഷമായി ഒന്നും ചെയ്യാതെ കണ്ട് സിദ്ധാന്തം കൂടാതെ ഇവ പ്രമാണിച്ചു കൊള്ളേണമെന്ന് ഞാൻ ദൈവത്തെയും ക്രിസ്തു യേശുവിനെയും ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയാക്കി നിന്നോട് കൽപ്പിക്കുന്നു. അവിടെ പറയുന്നത്, ഞാൻ പറഞ്ഞു, യാക്കോബ് പറയുന്ന മുഖപക്ഷം അത് ധനികനും ദരിദ്രനും എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ, അല്ലെ അതിനോട് ബന്ധത്തിലാണ് നിങ്ങൾ മുഖപക്ഷം കാണിക്കുന്നത് എടുത്തു പറയുന്നത്.
മൊത്തത്തിൽ പലവിധ മുഖപക്ഷങ്ങളുണ്ട്. ദേശത്തിന്റെ, സൗന്ദര്യത്തിന്റെ, വിദ്യാഭ്യാസത്തിന്റെ, അങ്ങനെ പല രീതിയിൽ. ഇവിടെ പറയുന്നത് ശുശ്രൂഷയുള്ള ബന്ധത്തിൽ പഠിപ്പിക്കുമ്പോൾ, ഉപദേശിക്കുമ്പോൾ ചില ആളുകളെ ഒഴിവാക്കിക്കൊണ്ടും ചില ആളുകളെ ഊന്നൽ കൊടുത്തുകൊണ്ടും, ഒരേ തെറ്റ് ഒരു ദരിദ്രൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവനോടുള്ള ഡീലിംഗ്, അതേ തെറ്റ് ഒരു ധനവാൻ ചെയ്യുമ്പോൾ അവനോടുള്ള ഡീലിംഗും വ്യത്യാസമായിരിക്കരുത്. ശുശ്രൂഷക്കാരൻ ഉപദേശിക്കുമ്പോൾ, അവൻ തർജ്ജനം ചെയ്യുമ്പോൾ അവിടെ മുഖപക്ഷം നോക്കാതെ തർജ്ജനം ചെയ്യണം. ഒരു തെറ്റ് ഒരു ധനവാൻ ചെയ്താലും ദരിദ്രൻ ചെയ്താലും അതേ ഖനം തന്നെ ഉണ്ടായിരിക്കണം. ലേവ്യ പുസ്തകം 19:15 വാക്യം, ന്യായവിസ്താരത്തിൽ അന്യായം ചെയ്യരുത്. എളിയവന്റെ മുഖം നോക്കാതെയും വലിയവന്റെ മുഖം ആദരിക്കാതെയും നിന്റെ കൂട്ടുകാരന് നീതിയോടെ ന്യായം വിധിക്കണം. അവിടെ ഒരു ഡയറക്റ്റ് ജഡ്ജ് ചെയ്യുന്ന ജഡ്ജ്മെന്റ്, അതിനോട് ബന്ധത്തിലാണ് പറയുന്നത്. ഒരു ന്യായം വിധിക്കുമ്പോൾ നീ മുഖപക്ഷം കാണിച്ചുകൊണ്ട് ന്യായം വിധിക്കരുത്, നീതിയോടെ വിധിക്കണം. ദൈവത്തിന്റെ വിധിയെക്കുറിച്ച് വേദപുസ്തകം നമ്മൾ വായിക്കുന്നത് നീതിയുള്ള വിധികൾ. ആഫ്രിക്കക്കാരനായതുകൊണ്ട് ഒന്ന്, അമേരിക്കക്കാരനായിട്ട് വേറൊന്ന്, അങ്ങനെയൊന്നുമില്ല. മലാക്കി 2:9. അങ്ങനെ നിങ്ങൾ എൻ്റെ വഴികളെ പ്രമാണിക്കാതെ ന്യായപാലനത്തിൽ പക്ഷഭേദം കാണിച്ചതുകൊണ്ട് ഞാനും നിങ്ങളെ സകല ജനത്തിനും നിന്ദിതരും നീചരുമാക്കിയിരിക്കുന്നു. അവിടെ പുരോഹിതന്മാർ നടത്തുന്ന ന്യായപാലനത്തെക്കുറിച്ച് പറയുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത് നിങ്ങൾ മുഖപക്ഷം കാണിച്ചുകൊണ്ടാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. ഓക്കെ, ഗലാത്യ ലേഖനം 2:6 വാക്യം, പ്രമാണികളായവരോ അവർ പണ്ട് എങ്ങനെയുള്ളവർ ആയിരുന്നാലും എനിക്ക് ഏതുമില്ല. ദൈവം മനുഷ്യന്റെ മുഖം നോക്കുന്നില്ല. പ്രമാണികൾ എനിക്ക് ഒന്നും ഗ്രഹിപ്പിച്ചു തന്നിട്ടില്ല. പൗലോസ് പറയുകയാണ്, ആരെങ്കിലും പറഞ്ഞാണോ അയ്യോ അവര് പ്രമാണിമാരാണ്, പൗലോസ് പറയുന്നത് അതെനിക്ക് വിഷയമല്ല, കാര്യമൊന്നും വിഷയമല്ലാത്ത ദൈവത്തിന് അത് വിഷയമല്ല. അവർ പ്രമാണിമാർക്ക് വേണ്ടി പ്രത്യേക ഒരു നിയമം, പ്രമാണിമാരോട് പ്രത്യേക ഒരു റെസ്പെക്ട്, തീർച്ചയായിട്ടും ബഹുമാനം കാണിക്കേണ്ടവനോട് ബഹുമാനം കാണിക്കണമെന്ന് ദിവസം പറയുന്നുണ്ട്. അവിടെ പറയുന്നത് അധികാരി എന്ന് വെച്ച് അധികാരിയെ ബഹുമാനിക്കണം. പക്ഷെ അധികാരിയിൽ തന്നെ പ്രത്യേക ഒരു ജാതിയിൽപ്പെട്ട ഒരു അധികാരിയോട് പ്രത്യേക ബഹുമാനവും വേറെ ജാതിയിൽപ്പെട്ടവനോടുള്ള പ്രത്യേക അവിടെ അതാണ് മുഖപക്ഷം. അപ്പോസ്തല പ്രവൃത്തി 10:34. അപ്പോൾ പത്രോസ് വായ് തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. ദൈവത്തിന് മുഖപക്ഷമില്ല. ആവർത്തനം 10:17. നിങ്ങളുടെ ദൈവമായ യഹോവ ദേവാദി ദൈവവും കർത്താദി കർത്താവുമായി വല്ലഭനും ഭയങ്കരനുമായ മഹാദൈവമല്ലോ. അവൻ മുഖം നോക്കുന്നില്ല, പ്രതിഫലം വാങ്ങുന്നതുമില്ല. ദൈവത്തിന്റെ സ്വഭാവമാണത്. ദൈവം ആളുകളുടെ മുഖം നോക്കി ഒന്നും ചെയ്യുന്നില്ല. അതേ സ്വഭാവത്തിലേക്ക് ആയിത്തീരാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. കൊലോസി ലേഖനം 3:25 വാക്യം രഞ്ജുന് വായിക്കാമോ? കൊലോസിയർ 3:25. തെറ്റ് ചെയ്യുന്നവന് താൻ ചെയ്ത തെറ്റിനെ തക്ക ശിക്ഷ ലഭിക്കും, മുഖപക്ഷം ഇല്ല. മുഖപക്ഷമില്ല. ഞാൻ ഇത്രയും വാക്യം വായിപ്പിച്ചത് വേദപുസ്തകത്തിൽ നിരന്ന് കിടക്കുന്ന ഒരു കൽപ്പനയാണ് മുഖപക്ഷം കാണിക്കുക. നമ്മൾ ഇതിനെ ഒരു പാപമായി മനസ്സിലാക്കുക. എന്തുകൊണ്ട് ഇതൊക്കെ നമുക്ക് തോന്നുന്നേ? ദൈവത്തിന്റെ തേജസ് കാണാത്തത് കൊണ്ടാണ്. ദൈവത്തിന്റെ തേജസ് കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ദൈവം ഒരു വിഭാഗം, ബാക്കി ഞങ്ങളെല്ലാം മനുഷ്യനെല്ലാം ഒരു വിഭാഗം. അവിടെ മുഖപക്ഷങ്ങളില്ല, ഉയർന്നവനില്ല, താണവനില്ല. യാക്കോബ് മുഖപക്ഷം കാണിക്കരുത് എന്ന് പറഞ്ഞിട്ട് പിന്നീട് നിങ്ങളുടെ സഭയിലേക്ക് വരുന്ന ആളുകളുടെ വസ്ത്രരീതി അനുസരിച്ച് അവരുടെ ആഭരണങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അവർക്ക് പ്രത്യേകതകൾ നൽകുന്നു. 4 വാക്യം യാക്കോബ് 2:4. അങ്ങനെ നിങ്ങൾ ചെയ്താൽ
നിങ്ങൾ നിങ്ങളിൽ തന്നെ പക്ഷഭേദം കാണിച്ച് ദോഷചിന്തകളുള്ള ന്യായാധിപന്മാരാകുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ദോഷമുള്ള ന്യായാധിപന്മാരായി മാറുന്നു. നമ്മൾ നേരത്തെ വായിച്ചില്ലേ, ദോഷമുള്ള ന്യായാധിപന്മാർക്ക് ദൈവം എന്താ കൊടുക്കാമെന്ന് വായിച്ചല്ലോ. 5-ാമത്തെ വാക്യം, പ്രിയ സഹോദരന്മാരെ കേൾക്കുവിൻ, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാക്കേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ? നിങ്ങളോ ദരിദ്രരെ അപമാനിച്ചിരിക്കുന്നു, ധനവാന്മാരല്ലയോ നിങ്ങളെ പീഡിപ്പിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോൾ ആ സഭയിലുള്ള വിശ്വാസികൾ ഏത് വിഭാഗത്തിലെ പെടുന്നത്? നിങ്ങൾ ഫേവററ്റിസം കാണിക്കുന്നത് ധനവാന്മാരോടാണ്, പക്ഷെ നിങ്ങളെ പീഡിപ്പിച്ചവരൊക്കെ അപ്പോൾ നിങ്ങൾ ദരിദ്രരായ നിങ്ങളെ പീഡിപ്പിച്ച ധനവാന്മാരല്ലേ, എന്നിട്ട് നിങ്ങൾ ഫേവററ്റിസം കാണിക്കുന്നു. 1-ാം നൂറ്റാണ്ടിലെ സഭയിലുള്ള വിശ്വാസികൾ വളരെയധികം ദാരിദ്ര്യാവസ്ഥയിൽ പോയ ഒരു സമൂഹമാണ്. കാരണം അവർക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും സമൂഹത്തിൽ നിന്നും വലിയ നിരാകരണം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അതിൽ ചില സമ്പന്നരായ വിശ്വാസികൾ ഉണ്ടായിരുന്നു, വളരെ കുറച്ച് പേര് മാത്രം. നമ്മൾ സമ്പന്നതയെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും പറയാനല്ല പറയുന്നത്, പക്ഷെ അന്നത്തെ വിശ്വാസികളുടെ കാഴ്ചപ്പാടിൽ അവർ കാണുന്ന കാര്യങ്ങളെ യാക്കോബ് പറയുകയാണ്, നിങ്ങൾ മുഖപക്ഷം കാണിച്ചാൽ, 8-ാമത്തെ വാക്യം, അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ള തിരുവെഴുത്ത് അനുസരണമായി രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നുവെങ്കിൽ നല്ലത്. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നുള്ളതിനെ കുറിച്ച് പറയുന്നത് രാജകീയ ന്യായപ്രമാണം. ന്യായപ്രമാണങ്ങളുടെ ഒക്കെ ഫൗണ്ടേഷനായിട്ട് 2 കാര്യങ്ങൾ കാണാം. ഒന്ന്, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും ദൈവത്തെ സ്നേഹിക്കുക. 2, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. 9-ാമത്തെ വാക്യം, മുഖപക്ഷം കാണിക്കുന്നുവെങ്കിലോ നിങ്ങൾ പാപം ചെയ്യുന്നു, നിങ്ങൾ ലംഘനം ചെയ്തവർ എന്ന് ന്യായപ്രമാണത്താൽ തെളിയുന്നു. പ്രിയ ദൈവമക്കളെ, ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് വളരെ ബോധ്യമുണ്ട് എത്രമാത്രം ഫേവററ്റിസത്തിന്റെ ഒരു സ്വഭാവം, ഒരു ആഗ്രഹം എന്നിലുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ദൈവസന്നിധിയിൽ അനുദപിക്കാറുണ്ട്. അത് ഗൗരവത്തോടെ കാണാൻ. അങ്ങനെ ഒരു മുഖപക്ഷം കാണിച്ചാൽ, സഭയിൽ കാണിച്ചാൽ, ഒരു വിശ്വാസി എന്ന നിലയിൽ ഔദ്യോഗിക സ്ഥാനത്ത് കാണിച്ചാൽ, ഒരു ഗവൺമെന്റ് സ്ഥാനത്തിരിക്കുമ്പോൾ ഒരു ധനികനായവൻ കൊണ്ടുവരുന്ന അപേക്ഷയും ദരിദ്രനായവൻ കൊണ്ടുവരുന്ന അപേക്ഷയും തമ്മിൽ 2 രീതിയിൽ എടുക്കുകയാണെങ്കിൽ അതൊക്കെ മുഖപക്ഷമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ക്രിസ്തുവിന്റെ തേജസ് കണ്ടവനായതുകൊണ്ട് അവന് മുഖപക്ഷം കാണിക്കാൻ പറ്റത്തില്ല. കാര്യം ആ തേജസ് കാണുമ്പോൾ അവന് മനുഷ്യനെല്ലാം ഒരു വിഭാഗത്തിൽ പെടുകയാണ്. ധനവാനാണെങ്കിലും ദരിദ്രനാണെങ്കിലും സൗന്ദര്യമുള്ളവനാണെങ്കിലും സൗന്ദര്യമില്ലാത്തവനാണെങ്കിലും. അതിലേറ്റവും നല്ല ഒരു ഉദാഹരണം അസ്ഥികൂടത്തെ കുറിച്ച് ഓർത്താൽ മതി. സുന്ദരനായ ഒരു ചെറുപ്പക്കാരനായാലും ചെറുപ്പക്കാരിയായാലും, സൗന്ദര്യമില്ലാത്ത ഒരു ചെറുപ്പക്കാരനായാലും ചെറുപ്പക്കാരിയായാലും അസ്ഥികൂടത്തിന് കഥ പറയാൻ പറ്റത്തില്ല. അസ്ഥികൂടം നോക്കിയിട്ട് അയ്യോ എന്തൊരു ഭംഗിയായിരുന്നു എന്ന് ആരും പറയത്തില്ല. അവരെ കണ്ടവരുണ്ടെങ്കിൽ പറയും, അല്ലാതെ അസ്ഥികൂടം നോക്കി പറയത്തില്ല. മനുഷ്യൻ എല്ലാം അതേപോലെയാണ്, അസ്ഥികൂടമായിട്ട് കണ്ടാൽ മതി. അപ്പൊ അവിടെ മുഖപക്ഷമില്ലാതാകുന്നു. നമുക്ക് ദൈവസന്നിധിയില് നമ്മളെ തന്നെ താഴ്ത്താം. നമുക്ക് മുഖപക്ഷം കാണിക്കുന്ന അല്ലെ മുഖപക്ഷത്തിന്റെ ഒരു വാക്കുകൾ പറയുന്ന രീതി ഉണ്ടെങ്കിൽ അതിനെ ഗൗരവത്തോടെ കാണാം, ദൈവസന്നിധിയിൽ അനുദപിക്കാം. ദൈവം അത് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. യാക്കോബ് ശക്തമായി അതിനെക്കുറിച്ച് പറയുന്നു. തേജസ്സുള്ള കർത്താവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ എങ്ങനെ മുഖപക്ഷം കാണിക്കും? നമ്മുടെ ഭവനത്തിലോ നമ്മുടെ ജോലി സ്ഥലത്തോ സഭയിലോ അതില്ലാതായി തീരട്ടെ. സ്വർഗത്തിൽ മുഖപക്ഷമില്ല. കാരണം അവിടെയും ദൈവത്തിന്റെ തേജസ് കൊണ്ട് മൂടപ്പെട്ടത് കൊണ്ട്
അവിടെ മുഖപക്ഷം കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. തേജോ രൂപികളായി തീരും. ദൈവം നമ്മളെ സഹായിക്കട്ടെ.